നമസ്കാരം. നമുക്കിടയിൽ വളരെയധികം ദേഷ്യപ്പെടുന്ന വ്യക്തികളെ ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കിടയിലോ അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന പല സ്ഥലത്തോ ഒക്കെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ? എനിക്കറിയുന്നൊരു വ്യക്തിയുണ്ട് കേട്ടോ. ഇദ്ദേഹം എപ്പോഴും അങ്ങ് ദേഷ്യമാണ്, ആരോടും എപ്പോഴും അങ്ങ് ദേഷ്യമാണ്. പുള്ളി ആർക്കും ഒരു സമാധാനം കൊടുക്കത്തില്ല, എന്ത് പറഞ്ഞാലും പുള്ളിക്ക് ദേഷ്യം. അങ്ങനെ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഈ ദേഷ്യപ്പെടും? 5 പൈസയ്ക്ക് കാര്യമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ദേഷ്യപ്പെടുന്നു, നിങ്ങൾ എന്ത് സമാധാനത്തോട് സംസാരിക്കത്തില്ല വെച്ചപ്പം ആദ്യമൊക്കെ എൻ്റെ അടുത്ത് അദ്ദേഹം പിന്നെയും ദേഷ്യപ്പെട്ട് തന്നെ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സ്ഥിരമായിട്ട് സംസാരിച്ചിരുന്നപ്പം അദ്ദേഹം കുറച്ചുകൂടെ ശാന്തമായി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്, സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്, ശാരീരികമായിട്ട് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഓഫീസിലൊക്കെയാണ് അതിനേക്കാളും പ്രഷർ കാര്യങ്ങൾ. കുറേ നേരം ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ ജീവിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ ഈ എപ്പോഴും ദേഷ്യപ്പെട്ട് എന്തെടുത്താലും ദേഷ്യം കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അതേസമയം നിങ്ങളിപ്പോൾ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നാളെ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ പോലും ഒരു മനുഷ്യനും വിഷമം തോന്നത്തില്ല. നിങ്ങൾക്ക് പല കാര്യം ശരിയായിരിക്കും, അയാൾക്ക് പല പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് സൗമ്യമായിട്ട് ഇടപെടാൻ പറ്റത്തില്ലേ? ഒന്ന് ചിരിച്ച മുഖത്തോട് അല്ലെങ്കിൽ കാണുന്നൊരു വ്യക്തിയോട് ഒന്ന് ചിരിക്കത്തില്ലേ? ഒന്ന് ചിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ എന്തൊരു ആശ്വാസം ഉണ്ടാകുന്നത്. മറ്റൊരാൾക്ക് ഒരു ബ്ലെസ്സിങ്സ് അല്ലേ നമ്മളൊരാളെ നോക്കി ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നോട് അദ്ദേഹം കുറേ നേരം സംസാരിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഇപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്ന ഒരു ഇതൊക്കെ ഈ പറയുന്ന നമ്മളിപ്പോൾ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കുറച്ചുകൂടെ ഓക്കെ ആണെന്ന് പറയും. ഞാൻ പറഞ്ഞ് നമ്മുടെ മുന്നിലുള്ള പല ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ആൾക്കാർക്കും ജീവിതത്തിന് പിന്നിൽ വളരെ പ്രശ്നങ്ങൾ കാണും. അതിൻ്റെ ഫ്രസ്ട്രേഷനിലായിരിക്കും ഈ ദേഷ്യമൊക്കെ. അല്ലാതെ ആരും ജനിച്ച ഉടനെ ദേഷ്യപ്പെട്ട് വരുന്നവരല്ല. ശാരീരികമായ, മാനസികമായ, സാമ്പത്തികപരമായ പല സമ്മർദ്ദങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ ഈ ദേഷ്യം പൊങ്ങി വരുന്ന നമ്മൾ അവരോട് കുറച്ച് നേരം സംസാരിക്കുക, റിലാക്സ് ചെയ്ത് സംസാരിക്കുക, അവരുടെ വിഷമങ്ങൾ കേൾക്കാനെന്ന് നിങ്ങളൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരാളെങ്കിലും മാറ്റിയെടുക്കാൻ സാധിക്കും. താങ്ക് യു.